ഇല്ല. നീ കേരളം കൂടി ഇല്ലാതായാലും പിന്നെ എവിടെ പോയി പഠിക്കാനാ? അവമാനിച്ചു, ഒരുപാട് അവമാനിച്ചു. ദേശാമാനി വാരികയിലെ എഡിറ്റോറിയലാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അവമാനിച്ചത്. താഴെ ശങ്കരനായിരുന്നു എന്ന് എഡിച്ചു. അദ്ദേഹത്തിൻ്റെ വിരോധം മുഴുവൻ ആ വാരിക വഴി. അതിഗംഭീരമായ പാലങ്ങൾ, പെരുമ്പളം പാലം 100 കോടി രൂപയ്ക്കാണ് പഠിക്കുന്നത്. 100 കോടി രൂപയ്ക്ക്. റിപ്പോർട്ട് വായിച്ച ഉദ്യോഗസ്ഥർ പോലും ഇത് 2016 ഗവൺമെന്റിന്റെ കാലത്ത് 100 കോടി രൂപ അനുവദിച്ച് അന്ന് പണിഞ്ഞു തുടങ്ങിയെന്ന് പറയാൻ തയ്യാറായില്ല. കാരണം അവിടെ ഇരിക്കുന്ന MLA-ക്ക് MP-ക്ക് ഒന്നും പിടിക്കത്തില്ല. കാരണം അവരുടെ കാലത്താണെന്ന് അവരുടെ ധരിപ്പിക്കുകയാണ്. ഇന്ന് അവിടുത്തെ അസംബ്ലിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, ഒരു ഇടതുപക്ഷക്കാരും മനുഷ്യൻ പോലും ഇല്ല. ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് 2 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നു. കഷ്ടം. 35 വർഷം 3 ഭൂരിപക്ഷത്തോടെ സ്ഥാനം ഭരിച്ചത് പാർട്ടിക്ക് ഒരു 50% വോട്ട് കിട്ടിയിട്ടില്ല. എന്താ കാരണം? കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയ പാർട്ടിയല്ലേ, ചെറിയ പാർട്ടിയാണോ? ഇപ്പോഴും അത് ദുർബലമായി പോയാലും രാജ്യവ്യാപകമായുള്ള ഏക സെക്യുലർ പാർട്ടി കോൺഗ്രസ് അല്ലേ. കേരളത്തിൽ എന്ത് രാഷ്ട്രീയമായിപ്പോഴും എന്ത് വ്യത്യാസം? പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിഹ്നമാണ് വ്യത്യാസം, കൊടിയാണ് വ്യത്യാസം. അല്ല, കുറെ അധികാരികൾ പറയുകയാണ് നമ്മൾ നവകേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. അത് കണ്ടെത്തുന്ന നവകേരളം ഇന്ന് രാവിലെ തുടങ്ങിയത്. ഇത് രാവിലെ കൃത്യം 5 മണിയായപ്പോൾ നവകേരളം ഉണ്ടായി. എങ്ങനെ ഇതില്ലാതായി? ഇതേപ്പറ്റി ഒരു ഗവേഷണം നടന്നിട്ടുണ്ടോ? സ്വയംപ്രസവപരമായ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ആശയമല്ല, ആമാശയമാണ്. എനിക്കെന്ത് കിട്ടും? എന്റെ കൂടെയുള്ളവർക്ക് എന്ത് കിട്ടും? രാഷ്ട്രീയ പാർട്ടികളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കുന്ന നോവലുകളും കഥകളും ഇവിടെ ഉണ്ടാവണം. അത് കൂടിയ പുതിയ ജനറേഷന് ആവേശം ഉണ്ടാവുള്ളൂ. ഏതാണ്ട് 100-110 കിലോമീറ്റർ നീളമുള്ള അരൂർ, ഓച്ചിറ, ആലപ്പുഴ ജില്ലയിലെ ഈ ഹൈവേയിൽ ഒരു ഹൈവേ പോലീസിനെ കാണിച്ചു തരാമോ? അതുണ്ടായിരുന്നല്ലോ. എന്തൊരു അഴിമതിയാണ് നടക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണത്തിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള 75 ഓർഗനൈസേഷനിൽ ഒന്നാണ് ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി. പിന്നെ അമേരിക്കൻ കോൺഗ്രസിൽ 10 വർഷം മുമ്പ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ശ്രീ ജോയ് കെ മാത്യു അധ്യക്ഷനായിരിക്കുന്ന ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ രാജു പള്ളിപ്പറമ്പ്, മടനും സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ജയൻ ചേർത്തല, അതിഥികളായി എത്തിയിരിക്കുന്ന ഡോക്ടർ അജിത് കുമാർ, സലീം ബാബ, മനുരാഗ് അടക്കമുള്ള എല്ലാ കലാകാരന്മാരും, ശ്രീയുണ്ട്, ബിൻസിയുണ്ട്, ദേവരാജ്, മൻസൂർ, ഹാസി, നൗഷാദ്, സലീം കുമാർ തുടങ്ങി സ്നേഹമുള്ളവർ, ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ പറയുന്നതോടൊപ്പം ഉദ്ഘാടകനായിട്ട് എന്നെ നിങ്ങൾ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴില്ല. ഏതായാലും കലയെയും സാഹിത്യത്തെയും സിനിമയെയും എല്ലാം സ്നേഹിക്കുന്ന, അതൊക്കെ വായിക്കുകയും പഠിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയും അതേപ്പറ്റി വേദികൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലായിരിക്കും ആലപ്പുഴ ഈ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പരാമർശിച്ച പല കാര്യങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമല്ല ഇതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഒഴുക്കിന് അനുകൂലമായി നീന്തിയാൽ ഒഴുക്ക് ശക്തമാണെങ്കിൽ ചെന്ന് ചേരുന്ന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിയേറ്റിവിറ്റി. ഒരാളുടെ ക്രിയേറ്റിവിറ്റി അറിയണമെങ്കിൽ പ്രതിബന്ധങ്ങളോട് നേരിട്ട് മുന്നേറണം. അപ്പോഴേ അയാളുടെ മുഴുവൻ സർഗാത്മകതയും വെളിവരും. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന, ഉള്ളിൽ മയങ്ങിക്കിടക്കുന്നതും സ്വയം ബോധ്യപ്പെട്ടതുമായ ക്രിയേറ്റിവിറ്റിയെ മുഴുവൻ വെളിയിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ അനുഭവങ്ങളും
അതുപോലെ തന്നെ പുതിയ ചിന്തകളും ക്രിയേറ്റിവിറ്റിയെ ശക്തിപ്പെടുത്തും. ക്രിയേറ്റിവിറ്റിയാണ് കല എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷെ മനുഷ്യനിലാണത് വ്യക്തമാണ്. സംസാര ഭാഷയുള്ളത് നിങ്ങൾക്ക് സംസാര ഭാഷ ഉണ്ടെങ്കിലും അത് വ്യക്തമല്ല. നിങ്ങൾക്ക് തമ്മിൽ അറിയാമായിരിക്കും ഭാഷ, പക്ഷെ മറ്റുള്ളവർക്ക് വ്യക്തമല്ല. മനുഷ്യരാണ് ഭാഷയിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ, ആ ഭാഷ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ സംസാരിക്കാൻ ശേഷിയുള്ള ഏക വ്യക്തി മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എന്ന വാക്കുണ്ടായത്. മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ, അതാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യന്റെ ഈ പ്രപഞ്ചത്തിൽ എത്രയോ ആയിരക്കണക്കിന് കോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളുടെ ഏറ്റവും ഉയർന്ന പരിണാമത്തോട് ഏറ്റവും ഉയർന്ന ജീവിയാണ്, സൂപ്പർ ആനിമലാണ്, ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനും ഒരു മൃഗമാണ്, പക്ഷെ അത് സാധാരണ ഒരു വന്യമൃഗമല്ല. ചിന്തിക്കാനും എഴുതാനും പാടാനും അഭിനയിക്കാനും ജോലി ചെയ്യാനും വിശ്രമിക്കാനും എല്ലാം കഴിവുള്ള, അസാധാരണമായ കഴിവുള്ള ഒരു സൂപ്പർ ബീയിങ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വലിയ ചിന്തകന്മാർ പ്രമുഖനായ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ പറ്റി പറഞ്ഞ മനുഷ്യ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണ്. ആനിമൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ജീവിയാണ്. മൃഗം എന്നുള്ളത് കുറെ കൂടെ സോഫ്റ്റായി മാറ്റിയാൽ രാഷ്ട്രീയ ജീവിയാണ്. രാഷ്ട്രത്തെപ്പറ്റി, സമൂഹത്തെപ്പറ്റി, രാഷ്ട്രങ്ങളുടെ ലോകത്തെപ്പറ്റി, പ്രപഞ്ചത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും പ്രകൃതി അനുവദിക്കുന്നിടത്തോളം മാറ്റിമറിക്കാനും, എല്ലാവരും മാറ്റിമറിക്കാൻ സാധ്യമല്ല, പ്രകൃതി അനുവദിക്കുന്നിടത്തോളം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആണ് അദ്ദേഹം മനുഷ്യ പൊളിറ്റിക്കൽ അനിമൽ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിന് ശേഷം 2000 ആണ്ടിലേറെ കടന്നുപോയിരിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ ഭൗതികമായും ഒരുപാട് വളർച്ചയെ മനുഷ്യൻ അഭിമുഖീകരിച്ച് വളർച്ച നേടിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ മനുഷ്യൻ ധാർമ്മികമായി വളരുന്നില്ല എന്നുള്ളതാണ്. ഭൗതികമായി വളരുന്നുണ്ടാവും, നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും, അന്യഗ്രഹങ്ങളിൽ പോകുന്നുണ്ടാവും, ബഹിരാകാശത്തിന് വെളിയിലേക്ക് പോകുന്നുണ്ടാവും. ഒരുപക്ഷെ ഇനിയും കീഴടക്കിയിട്ടില്ലാത്ത പ്രപഞ്ചത്തെ പല പ്രതിഭാസങ്ങളെയും മനുഷ്യൻ കീഴടക്കാനുള്ള കഴിവുള്ളവരാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അനുദിനം വളരുകയാണ്. പക്ഷേ മനുഷ്യന്റെ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിന്റെ അടിയിലുള്ള നന്മ കുറഞ്ഞു വരിക, അത് പ്രകാശിക്കപ്പെടാതിരിക്കുകയാണ്. ശരിക്കും വർത്തമാന കാലത്ത് ഇതൊരു പൂർണ്ണമായും ലിബറലൈസ്ഡ് വേൾഡാണ്. ലിബറലൈസേഷന്റെ ഇരകളാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ. ലിബറലൈസേഷനെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് ലിബറലൈസേഷന്റെ ഏറ്റവും വലിയ ഇരകളായി പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം കാരണം അവർ പറയുന്ന വിപ്ലവാശയങ്ങളെയൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന തള്ളിക്കളയുകയാണ്. അത് ചുമ്മാ പറയുകയാണ്, അർത്ഥമില്ലാത്ത കാര്യമാണ്. അവർ പ്രവർത്തിക്കുന്നതിന് വിപരീതമായിട്ടാണ്. ഈ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കലാകാരന്മാർ പഠിക്കണം. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം കഴിഞ്ഞു ഒരു പാർട്ടിക്ക് പോലും 50% വോട്ട് കിട്ടിയിട്ടില്ല? എന്താ കാരണം? കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയ പാർട്ടിയല്ലേ, ചെറിയ പാർട്ടിയാണോ? ഇപ്പോഴും അത് ദുർബലമായി പോയാൽ രാജ്യവ്യാപകമായുള്ള ഏക സെക്യുലർ പാർട്ടി കോൺഗ്രസ് അല്ലേ? രാജ്യവ്യാപകമായിട്ടുള്ളത് മറ്റൊന്നും രാജ്യത്ത് എല്ലായിടത്തും ഇല്ലല്ലോ. CPM പോലും കുറച്ച് സ്ഥലത്തല്ലേ ഉള്ളൂ, TMK അവിടെ ഉള്ളൂ. അങ്ങനെ ഓരോ പാർട്ടി നോക്കിയാൽ അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജ്യവ്യാപകമായി വേരുള്ളതും എന്നാൽ ഭരണകക്ഷിയായിരുന്നത് ഇപ്പോൾ ഭരണകക്ഷിയാകാനുള്ള കെൽപ്പ് ഇനി ആർജിക്കേണ്ടതുമായിട്ടുള്ള പ്രതിപക്ഷത്തുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ലിബറലൈസേഷന്റെ ഭാഗമായി ലോകത്ത് വന്ന മാറ്റങ്ങൾ, ക്യാപിറ്റലിസം മൊണോപ്പൊളി ക്യാപിറ്റലിസമായി വളരുകയും
മൊണോപ്പൊളി ക്യാപിറ്റലിസം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങൾ കടന്നു ചെന്ന് ബഹിരാഷ്ട്ര കുത്തകകൾ സ്ഥാപിക്കപ്പെടുകയും ബഹിരാഷ്ട്ര കുത്തകകൾ സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുകയും സാമ്രാജ്യത്വ സാമ്പത്തിക നയങ്ങൾ ലോകത്തെ എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെന്ന് പറഞ്ഞിരുന്ന റഷ്യയും ഒപ്പമുണ്ടായിരുന്ന 10-11 സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഇല്ലാതായിപ്പോയി. എങ്കിൽ പോലും സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിലെ പാരമ്പര്യവും ആയുധങ്ങളും അന്ന് റഷ്യക്കുണ്ടായിരുന്ന സ്ഥാനവും ഒന്നും ഇപ്പോഴും നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറാവാതെ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക റഷ്യയിൽ തന്നെയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് അല്ലെങ്കിലും മുമ്പൊക്കെ നിൽക്കുന്നത്. ആയുധങ്ങളും അണുവായുധങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പിന്നെ 2, 3, 4 ഉള്ളൂ. അപ്പോൾ ആ വലിയ വ്യവസ്ഥിതി പോലും ഭൂരിപക്ഷം അപ്രത്യക്ഷമായതാണ്. അപ്പോൾ ഇനി ഒരുപാട് കാലം എടുക്കും. അതുകൊണ്ട് ആ വ്യവസ്ഥയുടെ കുറ്റമെന്ന് പറയാൻ പറ്റില്ല, വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവരുടെ കുറ്റമാണ്. അപ്പോൾ ഇനി ഒരുപാട് കാലം എടുക്കും. കലാകാരന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സമത്വ സമ്പൂർണമായ ഒരു സമൂഹമാണ്. എല്ലാവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന, ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി യാതൊരു തടസ്സവുമില്ലാതെ പ്രയോഗിക്കപ്പെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് എല്ലാ മഹാന്മാരായ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനാണ് സാഹിത്യകൃതികളിലൊക്കെ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. മഹാനായ ടാഗോർ ആദ്യമായും ഇന്ത്യയിൽ നിന്ന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടി. അതിന് കിട്ടിയിട്ടില്ല സാഹിത്യത്തിന്. ടാഗോർ നോബൽ സമ്മാനാർത്ഥമായ ഗീതാഞ്ജലിയിൽ അത് ഒരു വരി എഴുതിയിട്ടുണ്ട്. പല പല സ്റ്റാൻസുകളുണ്ട്. Where the mind is free and where the head held high. എവിടെ മനസ്സ് സ്വതന്ത്രവും ശിരസ് സമുന്നതവുമായിരിക്കുന്നു, അല്ലയോ പിതാവേ, ആ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, എൻ്റെ രാജ്യത്തെ നയിക്കണമെന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ മനസ്സ് സ്വതന്ത്രമായിരിക്കണം. മൈൻഡ് ഈസ് ഫ്രീ. അങ്ങനെ ഫ്രീ ആയിരിക്കുന്ന, സ്വതന്ത്രമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിരസ് ഉയർത്തി പിടിച്ചു നടക്കാൻ പറ്റും. പിന്നെ മറ്റു വരികളൊക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ സാഹിത്യത്തിന്റെ, കലയുടെ അവരുടെ ധർമ്മം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ലോകത്ത് ഏതൊരു വ്യക്തിക്കുള്ളതിനേക്കാളിലും ഉന്നതമായ ക്രിയേറ്റിവിറ്റിയുള്ള, ബോധ നിലവാരമുള്ള ആളാണ് കലാകാരൻ. ആ കലാകാരന്മാരത് മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് പലർക്കും, പല കലാകാരന്മാരും ജീവിതം താളം തെറ്റി അകാലത്ത് പൊലിയുന്നതാണ് നാം കാണുന്നത്. അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ക്രിയാത്മകതയ്ക്ക് വിപരീതമായിട്ടുള്ളൊരു സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കവികൾ ഒരാളാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്നയാൾ. നിങ്ങൾ കുറച്ചൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹത്തിനാണ് ഓട്ട് ദ നൈറ്റിംഗേൽ, രാപ്പാടിയോട്, നല്ല ലോകപ്രസിദ്ധമായ കവിതയാണ്. അത് പഠിക്കാതെ ഇംഗ്ലീഷ് സാഹിത്യവും ഭാഷയൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ആ മഹാനായ കീറ്റ്സ് ഗാനഗന്ധർവൻ എന്നാണ് അദ്ദേഹത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കീറ്റ്സ് വെറും 30 വയസ്സിന് മുമ്പ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ മാർലോ എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ സമകാലികനായിരുന്ന ഒരു നാടകത്ത്, ഡോക്ടർ ഫാസ്റ്റസ് എന്ന ഒറ്റ നാടകത്തിലൂടെ ലോകപ്രസിദ്ധനായി. പക്ഷെ അദ്ദേഹം മദ്യഷാപ്പിൽ മദ്യപിച്ച് കലകമുണ്ടാക്കി വാളുകൊണ്ട് വെട്ടേറ്റ് മരിച്ചു. നോബൽ സമ്മാനം കിട്ടിയ മഹാനായ, എക്കാലത്തെ മഹാനായ സാഹിത്യകാരൻ, ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും എന്ന നോവൽ എഴുതിയ ആ മഹാനായ അമേരിക്കൻ സാഹിത്യകാരൻ, അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കലാകാരന്മാർക്ക്, പ്രശസ്തരായ കലാകാരന്മാർക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലാത്തവരുമുണ്ട്. ജീവിതാന്ത്യം വരെ കവിത എഴുതി നോബൽ സമ്മാനം കിട്ടിയ T.S. എലിയട്ട് ഉണ്ട്. പക്ഷേ നമ്മുടെ ഗാനഗന്ധർവനായ ചങ്ങമ്പുഴയ്ക്ക് സംഭവിച്ച എല്ലാവർക്കും അറിയാം. എടപ്പള്ളി രാമപിള്ളയ്ക്ക് സംഭവിച്ചതറിയാം. അങ്ങനെ പലതരത്തിലാണ്. ഏതായാലും ശരി, കലയുടെയും സാഹിത്യത്തിൻ്റെയും കഴിവുറ്റ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഈ സമൂഹത്തെ വളരെയേറെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിലെ നന്മകളിലൊക്കെ വളർത്താനും വികസിപ്പിക്കാനും, നന്മകളുടെ ദീപനാളങ്ങൾ കത്തിക്കാനും, അത് ആളിക്കത്തിക്കാനും ശ്രമിച്ചിട്ടുള്ളവരാണ്. ലോകം തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശസ്തമായ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചിട്ടുള്ളതാണ്.
അതിന് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹമായിരുന്നു ഈ കേരളം. വളരെ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം. അങ്ങനെയാണ് വളരെ ലളിതമായ തരത്തിൽ ഗ്രന്ഥശാല പുസ്തകങ്ങളൊക്കെ ഉണ്ടായത്. PN പണിക്കരെ പോലെയുള്ള വളരെ ജീവിത പുസ്തകങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച മനുഷ്യൻ ഒരു കാലം കൂടെയും ഊന്നി വളരെ വില കുറഞ്ഞ കഥസ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനം ആദ്യവും തുടങ്ങിയ അമ്പലപ്പുഴയിലെ PK നാരായണങ്ങളുടെ മെമ്മോറിയൽ എന്ന സാഹിത്യത്തിന്റെ ഗ്രന്ഥശാലയാണ് അതിരുവിതാംകൂർ. അദ്ദേഹത്തെ പിന്നീട് അവമാനിച്ചു, ഒരുപാട് അവമാനിച്ചു. ദേശാമാന്യ വാരികയിലെ എഡിറ്റോറിയലാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അവമാനിച്ചത്. തായട്ട് ശങ്കരനായിരുന്നു എന്ന് എണ്ണിച്ചു. അദ്ദേഹത്തിന്റെ വിരോധം മുഴുവൻ ആ വാരിക വഴി പണിക്കർ സാറിനെതിരായിട്ട് വിളിച്ചു. തായാട്ട് ശങ്കരൻ വലിയ ചിന്തകനായിരുന്നില്ല. പക്ഷെ തായാട്ട് ശങ്കരനെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ PN പണിക്കരെ ഓർക്കുന്നു. നല്ലത് ചെയ്ത ഒരാളും ഗ്രന്ഥശാല പ്രസ്ഥാനമുള്ള കാലത്തോടെ അദ്ദേഹത്തെ ഓർക്കും. ലളിതമായ ജീവിതമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാരുടെ കാലത്ത് ഇത് വീഴാൻ പോയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ന് എന്ത് രാഷ്ട്രീയമാണ്? ഞാൻ കക്ഷി രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമുള്ള കേരളത്തിൽ എന്ത് രാഷ്ട്രീയമായി വേണ്ടത്? എന്ത് വ്യത്യാസം? പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിഹ്നമാണ് വ്യത്യാസം, കൊടിയാണ് വ്യത്യാസം, അല്ല പ്രവർത്തനം ഒരു വ്യത്യാസവും ഇല്ല. അത് വോട്ട് ചെയ്യുന്നത് മാത്രം. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇതല്ലേ, അതാണോ അപ്പോൾ ഉണ്ടാവേണ്ടിയിരുന്നത്? കുറെ അധികാരികൾ പറയുകയാണ് നമ്മൾ നവകേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. അത് കണ്ടെത്തുന്ന നവകേരളം ഇന്ന് രാവിലെ തുടങ്ങിയത്. ഇത് രാവിലെ കൃത്യം 5 മണിയായപ്പോൾ നവകേരളം ഉണ്ടായി. ഈ ചരിത്രത്തെ മറക്കുന്ന മനുഷ്യരെ നവകേരളം 956 നവംബർ 1 ഉണ്ടായത്. അന്നാ കേരളപ്പിറവി ഉണ്ടായത്. ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാറാണ്. നവകേരളം ഒന്നേ ഉള്ളൂ 1956 നവംബർ 1. ആ നവകേരളം ഇപ്പോ 54 ശേഷം വർഷം എത്രയായി? 44, 20, 64 മാറി അല്ലേ? 70 വർഷം ആയപ്പോഴും നവകേരളമാണ്. അതാണ് 70 വയസ്സായ ഒരാളെ എടാ കുഞ്ഞെന്ന് വിളിക്കാൻ പറ്റും? ഇതൊക്കെ വിവരക്കേടാണ്. ഞാൻ വന്നതിന് ശേഷമാണ് എല്ലാം ഉണ്ടായത്. ഇതൊക്കെ അല്പന്മാരായ രാഷ്ട്രതന്ത്രജ്ഞതയില്ലാത്ത, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അട്ടം പോലും ഇല്ലാത്ത സാധാരണ രാഷ്ട്രീയക്കാർ ഉന്നത തലങ്ങളിൽ വരുമ്പോൾ വെച്ച് വിളമ്പി വെക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ബുദ്ധിജീവികൾക്കൊന്നും രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യമില്ല. കാരണം അവരുടെ ഭൗതിക തലത്തിലേക്ക് ഒന്നും കിട്ടുന്നില്ല. കലാകാരന്മാർ മിക്കവാറും രാഷ്ട്രീയത്തിൽ നകർന്നു നിൽക്കുകയാണ്. ഇപ്പൊ ബംഗാളിയാണ് ദരിദ്രയും മലയാളിയായ ബംഗാളിൽ ഉള്ള ഒരു നിങ്ങൾ പറഞ്ഞുകൊണ്ട് ബംഗാളിലാണ്. അപ്പോ ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയത് ആരാ? അവിടുത്തെ എഴുത്തുകാരാണ്. തൊഴിലാളി പ്രസ്ഥാനവും ട്രേഡും പ്രവർത്തകരും ഒന്നും മറന്നുകൊണ്ടല്ല. അവർ മാത്രം പ്രവർത്തിച്ചാൽ പ്രസ്ഥാനം വരുത്തില്ല. അത് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കലയും സാഹിത്യവും അതിന് അകമ്പടി സേവിക്കണം. ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വർഗങ്ങളുടെ കാര്യങ്ങൾ. പക്ഷെ ആ അടിത്തറയിൽ ഒരു മേൽക്കൂരയുണ്ട്. അതാണ് കല, സാഹിത്യം, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. അതിന്റെ സർഗാത്മകതയും സമ്പന്നതയുമാണ് ആ നാടിനെ നല്ലതാക്കുന്നത്. അപ്പൊ കലാകാരന്മാർക്ക് വലിയ റോളുണ്ട്. ബംഗാളിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെ, നോവലിസ്റ്റുകളെ, കവികളെ, സിനിമാ താരങ്ങളും സിനിമാ നിർമ്മാതാക്കളും 90% ഇടതുപക്ഷക്കാരായിരുന്നു. അറിയപ്പെടുന്ന ഇടതുപക്ഷം അഭിമാനിച്ചതെന്നും ആ കാര്യത്തിൽ നമ്മളതൊക്കെ ഏറ്റു പറയുമായിരുന്നു. അന്ന് മലയാളത്തിലുള്ള നമ്മളെല്ലാവരും ബംഗാളിനെ പറ്റി ആദ്യം പറയുന്നത്, കേരളത്തെ പറ്റി രണ്ടാമതാ പറയുന്നത്. ഇന്ന് അവിടുത്തെ അസംബ്ലിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, ഒരു ഇടതുപക്ഷക്കാരും മനുഷ്യൻ പോലും ഇല്ല. ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നു. കഷ്ടം. 35 വർഷം 3 ഭൂരിപക്ഷത്തോടെ സ്ഥാനം ഭരിച്ചത് എങ്ങനെ ഇതില്ലാതായി? ഇതേപ്പറ്റി ഒരു ഗവേഷണം നടന്നിട്ടുണ്ടോ? സ്വയംപ്രസവപരമായ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. നീ കേരളം കൂടെ ഇല്ലാതായാലും പിന്നെ ഇവിടെ പോയി പഠിക്കാനാ? വളരെ ഗൗരവമുള്ള കാര്യമാണ്. എഴുത്തുകാർക്ക് ഇത് പഠിക്കാവുന്നതാണ്. എന്താണ് ബംഗാളിൽ സംഭവിച്ചത്? ഞാൻ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ SFI 70-ലാണ്. ആ കമ്മിറ്റിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കൂടെ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് അന്ന് കൽക്കത്തയിലെ പാർട്ടി ഓഫീസിൽ ചേർന്നിട്ടുള്ള ചെറിയ മുറിയാണ്. അവിടെയൊക്കെ ഞങ്ങളെ കമ്മിറ്റി കൂടാൻ പോകുമ്പോൾ ബംഗാളിലെ 24 പലകാല അടക്കം ഉള്ള കോളേജുകൾ പ്രസംഗിക്കാൻ കൊണ്ടുപോയി ഞങ്ങളെ.
മരിച്ചുപോയ ശ്രീഭാസ്കരൻ, അന്ന് നിമൻ ഭാസ്കർ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ഒളിമ്പിക്ക് ഒഴിഞ്ഞ് പ്രായം കാരണം. അദ്ദേഹം അന്ന് എസ് എഫ് ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ എല്ലാം ഞങ്ങളെ പ്രസംഗിക്കാൻ കൊണ്ടുപോകും. ബംഗാളികളുടെ ഒരു ധീരത അസാമാന്യമാണ്. അന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റാത്ത അർത്ഥഫാസിസ്റ്റ് ഭീകരവാഴ്ചകൾ കുന്നുകളെയും ഭയങ്കര പ്രശ്നമായിരുന്നു. 1,400 പേരെ കൊന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു 10-15 വളണ്ടിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ വളണ്ടിയറായി വന്ന അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഒരു ജോയിന്റ് സെക്രട്ടറി പിന്നെ കൊന്നതാണ്. അപ്പോൾ ഒരു കോളേജ് പ്രസംഗിക്കുകയാണ്. അവിടുത്തെ കോളേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മുകളിൽ താഴോട്ട് ട്രായുള്ള ഡെസ്കുകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും താഴെ മൈക്ക് വെച്ച് അധ്യാപകൻ സംസാരിക്കും. അങ്ങനെ അവിടുത്തെ ക്ലാസ് മുറി ഒരു 150 പേര് എനിക്കൊരു ക്ലാസ് മുറിയിൽ. അപ്പോൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ വെളിയിലങ്ങ് പൊട്ട് കാണുന്നു, സ്ഫോടനം. ഒരൊറ്റയാൾ എഴുന്നേറ്റില്ലെന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. ഇവിടാണ് അപ്പോഴേ ഇറങ്ങി ഓടത്തില്ലേ, അപ്പോഴേ ഇറങ്ങി ഓടും. ഒരൊറ്റയാൾ എഴുന്നേറ്റ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് നക്സലൈറ്റാണ് ആക്രമിച്ചത്. ഞങ്ങൾ തിരിച്ചാക്രമിച്ചു. അല്ല, ധൈര്യത്തെ പറ്റി ഞാൻ പറയാണ് ബംഗാളികൾക്ക്. ആ ഒരു നാടിന്റെ സ്ഥിതി ഇപ്പം എന്താ? എവിടെ പോയി? ഏതെങ്കിലും എഴുത്തുകാരനുണ്ടോ? മഹാദേവ ദേശായി എന്ന് പറയുന്ന സ്ത്രീയല്ലേ, ആ അമ്മ എത്ര കവിതയാണ് കമ്മ്യൂണിസ്റ്റൊക്കെ എഴുതിയത്? എന്താ കാരണം? ഇതൊക്കെ പരിശോധന. ഇത് രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയമല്ല. എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം ഇല്ലാതാവുന്നത്? എങ്ങനെയാണ് ഭൂപേഷ് ഗുപ്തയെ പോലെയും പി രാമമൂർത്തിയെ പോലെയും ഒക്കെയുള്ള മഹാന്മാരായ പാർലമെന്റേറിയന്മാർ, പാർലമെന്റിനെ ഇളക്കി മറിച്ചവർ, നെഹ്റു പോലും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നവർ, AKG, ആ പാരമ്പര്യമൊക്കെ എവിടെ? എഴുത്തുകാരൻ ആവേശം തരുന്ന വിപ്ലവകരമായ ചിന്താഗതി എവിടെ? കേരളത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. എല്ലാം ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ സ്മരണകളിലൂടെയുണ്ട്, അടിത്തറയിലൂടെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് മങ്ങിപ്പോയിരിക്കുന്നു. കാരണം ആശയങ്ങളുള്ളവരല്ല, ആമാശയമാണ് പ്രധാനം. ആശയമല്ല, ആമാശയമാണ്. എനിക്കെന്ത് കിട്ടും? എനിക്കെന്ത് കിട്ടും? എന്റെ കൂടെയുള്ളവർക്ക് എന്ത് കിട്ടും? എങ്ങനെ ആക്രമണത്തോടെ ഓരോ സംഘടിപ്പിച്ചെടുക്കാം? ഇതൊക്കെയാണ്. ഞാൻ വിശദാംശങ്ങളൊന്നും കടക്കുന്നില്ല. വളരെ രൂക്ഷമായ സാമൂഹിക വിമർശനവും രാഷ്ട്രീയ വിമർശനവും, രാഷ്ട്രീയ പാർട്ടികളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കുന്ന നോവലുകളും കഥകളും ഇവിടെ ഉണ്ടാവണം. അത് കൂടിയ പുതിയ ജനറേഷന് ആവേശം ഉണ്ടാവുള്ളൂ. ആശയങ്ങളൊന്നുമില്ല. മാർക്സിന്റെ എംഗൽസിന്റെ ആശയങ്ങൾ ഒരിക്കലും നശിക്കാൻ പോകില്ല. ആരും അങ്ങനെ പേടിക്കണ്ട. മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മാർക്സിനെ പറഞ്ഞൊന്നും ആരും കരുതിയിരിക്കണ്ട. മാർക്സിനെ ആരും ഒന്നും പറയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ വലിയ പ്രഭുകുമാരിയായിരുന്നു, വലിയ പ്രഭുവിന്റെ മകളായിരുന്നു. സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അവസാനം സ്വന്തം കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ മുമ്പിൽ പിടഞ്ഞു മരിക്കുന്നവർ കണ്ടു. അവർ രോഗാതിരയായി ജന്നി മരിച്ചു. അവസാനം ഭാര്യ. എങ്കിലും അദ്ദേഹം ബൃഹത്തായ ദാസ് ക്യാപിറ്റലിന്റെ നിർമ്മാണത്തിൽ മുന്നോട്ട് പോയില്ല. മാനിഫെസ്റ്റോന് മുമ്പ് എഴുതി. ലോകത്ത് എല്ലാവരും പറയുന്നു വിപ്ലവങ്ങളെ പറ്റി. ഇതൊക്കെ ആര് മനസ്സിലാക്കുന്നു? ആര് മനസ്സിലാക്കുന്നു? റഷ്യയിലല്ല എന്തെല്ലാം കൊള്ളരായ്മകളാണ് അവസാനം കാണിച്ചത്. അതിന്റെ പോകാൻ കാരണം നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആശയം പിന്നെ വന്നിട്ടില്ല. മെച്ചപ്പെട്ട ഒരു ആശയം വന്നിട്ടുമില്ല. ആ ആശയത്തിൽ പിന്നെ വിപ്ലവം നടക്കുന്നുമില്ല. ആകെ ഒരു നിശ്ചലാവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും ഡോക്യുമെന്ററികൾ ഫുൾ സ്കെയിൽ സിനിമയേക്കാൾ പ്രധാനമാണ്. കാരണം എല്ലാവരും അത് കാണും. കുറച്ച് സമയമായതുകൊണ്ട് അത് കാണും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കുറച്ച് കൂടുതലായാലും കാണണം. പെട്ടെന്ന് കണ്ട് അങ്ങ് പൊക്കളയാം എന്ന്. അത് ആ ഡോക്യുമെന്ററി ചെറുതാണ്. അതൊരു സിനിമ, മറ്റു ഫുൾ സ്കെയിൽ സിനിമയല്ല. പക്ഷെ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കാം. അപ്പം നിങ്ങൾ കങ്കാരുവിനെ പറ്റി ഡോക്യുമെന്ററി, ഇന്ത്യയിൽ കങ്കാരുവില്ലെന്നാണ് പാസക്കാടുകൾ പറഞ്ഞത്. ആസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ അത്രയും. പിന്നെ പാപ്പ വീഡിയോ എന്തോ രാജ്യത്തിൻ്റെ ഏതോ അതിനേക്കാൾ ചെറിയ എന്തോ ജീവി ഉണ്ടെന്ന് പറയും. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ള, വളരെ വിദൂരമായൊരു ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ രാജ്യത്തില്ലാത്തൊരു ജീവിയെ പറ്റി അന്വേഷിക്കുവാൻ ഇവിടുത്തെ സിനിമാ കലാകാരന്മാർ, ഡോക്യുമെന്ററിയന്മാർ തയ്യാറാവുന്നതാണ് അന്വേഷണം. അതാണ് ലോകവീക്ഷണം. ലോകം ഒന്നാണെന്നുള്ള സിദ്ധാന്തമാണ് അവിടെ. ആസ്ട്രേലിയയിലായാലും ഇന്ത്യയിലായാലും ഈ ജീവി എവിടെയാണോ ആ ജീവിയെ പറ്റി പഠിക്കണം. ആ ജീവി പ്രകൃതിയുടെ ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്ന ജീവിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലായി. ടീച്ചേഴ്സൊക്കെ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണം ഏറ്റവും പ്രധാനമാണ്. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇവിടെ ഓരോരുത്തർ എന്താ ചെയ്യുന്നത്? ആ തോട്ടപ്പള്ളിയിൽ കിടക്കുന്ന കരിമണ്ണിലെല്ലാം വാരി വോട്ട് കിട്ടാൻ വേണ്ടി ഓരോ അമ്പലത്തിൽ ഒന്ന് കൊണ്ടിടുക.
സകല അമ്പലത്തിന്റെ മുമ്പിൽ ഇതുകൊണ്ട് ഇട്ട് കളഞ്ഞു. എത്ര ലോഡ് അടിച്ചെന്ന് ആർക്കും അറിയില്ല. ഇതിന് പൈസ എവിടെ നിന്നാണ്, ഈ ലോറിക്ക് എവിടെ ആര് പൈസ കൊടുത്തു, ഒന്നും ആർക്കും അറിയില്ല. അമ്പലക്കാർക്കും അഭിപ്രായ വ്യത്യാസം. അപ്പൊ കഥകളുള്ള ഒരു അമ്പലക്കാരൻ അത് മറിച്ചങ്ങ് ആ മണൽ മറിച്ച് ആർക്കോ കൊടുത്തു. ഇതൊക്കെ നടക്കാറുണ്ട്. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. നിയമങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. നിയമങ്ങൾ ഇഷ്ടം പോലെ, പക്ഷെ ഏത് നിയമം പ്രവർത്തിക്കുന്നു? ഇല്ല, പ്രവർത്തിക്കുന്നില്ല. പറഞ്ഞത് നിയമങ്ങൾ പ്രവർത്തിക്കുന്നതേ ഇല്ല. റോഡിൽ ഇറങ്ങുന്ന നിയമം പ്രവർത്തിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളിടത്തിന് വണ്ടി പിടിക്കുകയാണ്. അറിയത്തില്ല എവിടുന്നാ വരുന്നത്. എന്തെങ്കിലും നിയമമുണ്ടോ? ട്രാഫിക് പോലീസിനെ ഹൈവേയിൽ നിന്ന് കാണിച്ചു തരാം. ഏതാണ്ട് 100-110 കിലോമീറ്റർ നീളമുള്ള അരൂർ, ഓച്ചിറ, ആലപ്പുഴ ജില്ലയിലെ ഈ ഹൈവേയിൽ ഒരു ഹൈവേ പോലീസിനെ കാണിച്ചു തരാമോ? ഒന്നുണ്ടായിരുന്നല്ലോ. പെട്രോളിംഗ് ഉണ്ടോ? രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി വൈകുന്നേരം വേറെ വഴി കൂടെ വരണം. അതൊന്നും കാണിച്ചു. എന്തൊരു അഴിമതിയാണ് നടക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണത്തിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും കറക്റ്റായിട്ടുള്ള 75 ഓർഗനൈസേഷനിൽ ഒന്നാണ് ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി. അമേരിക്കൻ കോൺഗ്രസിൽ 10 വർഷം മുമ്പ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ഞാനൊരു മിനിസ്റ്ററായിരുന്നു, ഞാൻ അസംബ്ലി ഉന്നയിച്ചിട്ടുണ്ട്. അത്ര കറപ്ഷനാണ് ഇത് കാണാൻ. ഈ ഹൈവേ നിർമ്മാണത്തിൽ കാണാം. ഈ പൈസയൊക്കെ എങ്ങോട്ട് പോവാണ്? ഇങ്ങനെയാണോ റോഡ് പണിയുടെ വലിയ മതിൽ പോലെ, ജയിലിന്റെ മതിൽ പോലെ കെട്ടിയുണ്ടാക്കി വെച്ചിട്ട്? എത്രയോ മനോഹരമായി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എസ്തെറ്റിക് എഞ്ചിനീയറിംഗിൽ എസ്തെറ്റിക്സ് ചേർത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എഞ്ചിനീയർമാർക്ക്. പക്ഷെ പഠിത്തം അവിടെ വെച്ച് അവരത് മറന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരിൽ പലരും പിന്നെ എസ്തെറ്റിക്സ് അല്ല, എങ്ങനെ പണം കിട്ടുമെന്നുള്ളതാണ്. ഒരു പാലം മനോഹരമായി നിർമ്മിക്കില്ല, ഒരു റോഡ് മനോഹരമായി ഡിസൈൻ ചെയ്ത് നിർമ്മിക്കത്തില്ല. അതൊക്കെ ഞങ്ങൾ 2016 വീടുപടി അതൊക്കെ അങ്ങ് മാറ്റി എല്ലാം ഡിസൈൻ ചെയ്തു. അതാണ് ആ റോഡ് ഇപ്പോഴും കിടക്കുന്നത്. 9 വർഷമായിട്ട് ആ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. 2 ഭാഗത്തും മഞ്ഞ നിറമുള്ള ഇട്ടയ, നടുക്ക് ഇട്ടയ, അതിലെല്ലാം സ്റ്റഡ് വെച്ച് സന്ധ്യയാവുമ്പോൾ 9 വർഷമായിട്ട് ആ സ്റ്റഡിനൊക്കെ ഒരുപാട് തിളങ്ങുകയാണ്. ഇപ്പോഴും നല്ല പ്രകാശമാണ് റോഡ്. അതിഗംഭീരമായ പാലങ്ങൾ. പെരുമ്പളം പാലം 100 കോടി രൂപയ്ക്കാണ് പഠിക്കുന്നത്. 100 കോടി രൂപയ്ക്ക്. റിപ്പോർട്ട് വായിച്ച ഉദ്യോഗസ്ഥർ പോലും ഇത് 2016 ഗവൺമെന്റിന്റെ കാലത്ത് 100 കോടി രൂപ അനുവദിച്ച് അന്ന് പണിഞ്ഞു തുടങ്ങിയെന്ന് പറയാൻ തയ്യാറായില്ല. കാരണം അവിടെ ഇരിക്കുന്ന MLA-ക്ക് MP-ക്ക് ഒന്നും ഇത് പിടിക്കത്തില്ല. കാരണം അവരുടെ കാലത്താണെന്ന് അവരുടെ ധരിപ്പിക്കുകയാണ്. ഇത് ചരിത്ര നിഷേധമാണ്. ഇത് ചെറിയ രാഷ്ട്രീയകാരിയല്ല. പഴയതിനെ മറക്കുക, മറയിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. സ്വാതന്ത്ര്യം കിട്ടിയോടെ എന്ത് പ്രയോജനം? അതിനു മുമ്പുള്ളതെല്ലാം മറക്കാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ആര് ബഹുമാനിക്കുന്നു? ചുമ്മാതെ ഗാന്ധി ജയന്തിയൊക്കെ ആദരിക്കും എന്നുള്ളതല്ലാതെ ഗാന്ധിജി പറയുന്ന ആരും കേൾക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നയിക്കാൻ എഴുത്തുകാർക്ക് ഏറ്റവും സുവർണാവസരമാണ്. സംഘടിതമായിട്ട് തന്നെ ആദ്യകാലത്ത് എന്താണ് എഴുത്തുകാർ ഒരുപോലെ ചിന്തിക്കുന്ന എഴുത്തുകാർ അവരവരുടെ സംഘാലം അനുസരിച്ചല്ല എഴുതിക്കൊണ്ടിരുന്നത്. കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ഒരു പിന്നെ അന്ന് 4 ലക്ഷമുള്ളുണ്ട്. അങ്ങനെ പല ആളുകളും വന്നുകൊണ്ടിരുന്നത് ഞാൻ പറയാം. അതിൽ ചങ്ങമ്പുഴ വന്നു, ജീശങ്കരക്കുറുപ്പ് വന്നു, വള്ളത്തോട് അല്ല വൈലോപ്പള്ളി വന്നു, പി ഭാസ്കരൻ, ONV കുറുപ്പ്, വൈതാരാമൻ, നമ്മൾ ഒരു ക്ലസ്റ്ററായിട്ടാണ് വരുന്നത്. അതുപോലെ നോവലിസ്റ്റുകൾ വന്നു. അവരെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള കവിതകളും നോവലുകളും കഥകളും എഴുതിയെങ്കിലും അവിടെയെല്ലാം സംഭാവനയുടെ ഉള്ള ഒരുപാട് കാര്യം സംസാരിക്കാൻ ഇടയുണ്ടെന്ന് കൂടുതൽ സംസാരിക്കുന്ന ഉചിതമല്ല. കാരണം ഡോക്യുമെന്ററി പോലെ തന്നെ ഇതും രസമായി എൻ്റെ ഇപ്പോൾ ചെറിയ സിനിമ പോലെ ആയെന്നൊരു ക്ഷണിച്ചതിന് വളരെ നന്ദി. നമുക്ക് ഈ കാര്യങ്ങൾ സംഘം നിങ്ങൾ ഡോക്യുമെന്ററിമാരും നിങ്ങൾ ഫിലിം ഉണ്ടാക്കുന്നവർ സാമൂഹികമായ വൈകൃതങ്ങൾക്ക് നേരെ നിങ്ങളുടെ ക്യാമറ തിരിച്ചു കൊടുക്കണം. സാമൂഹികമായിട്ടുള്ള ഉദാത്തമായ മാതൃക എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സ്വദേശപരമായ കല കലയ്ക്ക് വേണ്ടിയാണോ, കല മനുഷ്യന് വേണ്ടിയാണോ തർക്കമല്ല. കല കലയ്ക്ക് വേണ്ടിയാണ്, കല മനുഷ്യന് രണ്ടുമുണ്ട് ഇതിനകത്ത്. അങ്ങനെ കേരള ലോകത്തിന് മാതൃകയായ സിനിമകളും ഡോക്യുമെന്ററികളും നിറയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ കങ്കാരുവിന്റെ പേരിലെടുക്കുന്ന ഈ ഡോക്യുമെന്ററി ലോകത്തെമ്പാടും പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.